വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയ രാഹുൽ ഗാന്ധി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നിന്നായിരുന്നു യാത്ര പുറപ്പെട്ടത്. വിക്രം മൈതാനിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലേക്ക് തിരിച്ചു. ഇന്നലെ രാത്രിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കോഴിക്കോടെത്തിയത്. രാവിലെ 9 മണിയോടെ രാഹുൽ ഗാന്ധി കോഴിക്കോട് നിന്ന് പുറപ്പെടുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുമൊത്ത് പുറപ്പെടുമ്പോൾ സമയം 10:25. ഗസ്റ്റ് ഹൌസിന് പുറത്ത് കാത്തുനിന്നവരെ നിരാശപ്പെടുത്താതെ അഭിവാദ്യം ചെയ്യാൻ വാഹനം നിർത്തി രാഹുൽ പുറത്തിറങ്ങി. പിന്നെ നേരെ തൊട്ടടുത്തുള്ള വിക്രം മൈതാനിയിലെ ഹെലിപ്പാഡിലേക്ക്. 10:36 വിക്രം മൈതാനിയിൽ. രാഹുൽ ഗാന്ധിയെ കാണാൻ വിക്രം മൈതാനിയിലേക്കും പ്രവർത്തകരെത്തി. പ്രവർത്തകരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം പുറപ്പെട്ടത്. രാഹുലിനെയും പ്രിയങ്കയെയും പ്രവർത്തകർ ഷാളണിയിച്ചു സ്വീകരിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും അനുഗമിച്ചു. 10:45 കൽപ്പറ്റയിലേക്ക്. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കയെയും കാണാൻ രാവിലെ മുതൽ തന്നെ ജനങ്ങൾ എത്തിയിരുന്നു. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. പ്രധാനമന്ത്രി ആയിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള എല്ലാ ആശംസകളും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് നേർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയെ ഒരുമിച്ച് കാണാൻ പറ്റി, വളരെ ഭാഗ്യമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വീണ്ടും എത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞത്. സഞ്ജു പൊറ്റമ്മലിനും അനൂപ് സിപിക്കും ഷഫീഖ് നസറുള്ളയ്ക്കുമൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.